ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെജ് മയോണൈസ് സാൻഡ്വിച്ച് ആണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ കുരുമുളക് പൊടി, സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാബേജ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പോരാതെ നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡും ചീസും പിന്നെ മയോണൈസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. മയോണൈസ് റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം, ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ കുരു വീണിട്ടുണ്ട്, അത് അടിച്ചെടുക്കുന്ന സമയത്ത് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ തിക്കായി കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ചീസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും കാബേജ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. മയോണൈസ് എത്രയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സവാളയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തത് മൊസറല്ല ചീസാണ്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മയോണൈസും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 പീസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ബ്രെഡിന്റെ എല്ലാ വശവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമുക്ക് ഈ ബ്രെഡിന്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 ബ്രെഡും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശം കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെജ് മയോണൈസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.